ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസം കേട്ടോ. അടുക്കളയിൽ കയറി പണിയൊന്നും എടുക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ സദ്യ ഉണ്ടാക്കിയതുകൊണ്ട്, ഇന്നലത്തെ സദ്യയുടെ ബാക്കിയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ പണി എടുക്കണ്ട. ഇന്ന് രാവിലെ 5:40 എണ്ണീറ്റ് അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്തു. 1 മണിക്കൂർ വർക്കൗട്ടൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നതാണ്. അടുക്കളയിലേക്ക് വന്ന് എന്താ പറയുന്നത്, ഇനി അപ്പൂസിനെ വിടാൻ സമയമായി. അപ്പം എന്താ പറയുക, ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ദോശമാവ് കണ്ടേ റെഡിയുണ്ട്. പിന്നെ ദോശമാവിന് സാമ്പാറുണ്ട്. ഇച്ചിരി ചമ്മന്തിയും കൂടെ അരച്ച് കഴിഞ്ഞാൽ കാര്യം റെഡിയായി. അപ്പം ഫ്രിഡ്ജ് എൻ്റെ കൂട്ടുകാർ കണ്ടോ, ഫ്രിഡ്ജ് നിറയെ സാധനങ്ങളാണ്. അപ്പം എന്താ പറയുന്നത്, ഇന്ന് പിന്നെ ഒന്നും വെക്കണ്ട. എവിടെ ഇന്നലെ ഇച്ചിരി തേങ്ങ തിരുമിയത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എവിടെ ഓർക്കുന്നില്ലല്ലോ. ഏത് പാത്രം തുറന്ന് നോക്കണം. അപ്പോൾ തേങ്ങ കിട്ടി. ഇനിയിപ്പോൾ ചമ്മന്തി ആക്കി കഴിഞ്ഞാൽ കല്ല് റെഡി. ദോശക്കല്ലൊക്കെ വെക്കട്ടെ. ദോശക്കല്ല് ചൂടാവുന്ന നേരത്തിന് പിന്നെ ചമ്മന്തി അരിക്കണം. എൻ്റെ സ്റ്റോർ റൂം നല്ല ക്വാളിറ്റി കിടക്കുക. അപ്പം രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ വെറുതെ ചുമ്മാതെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് കുറച്ച് കുശലം പറയാമെന്ന് വിചാരിച്ചു വന്നല്ല, വേറെ കാര്യമൊന്നുമില്ല. കാരണം ഇന്നൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക്. പിന്നെ എപ്പോഴും അങ്ങനല്ലേ, തലേദിവസം സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഉണ്ടാവും പിറ്റേ ദിവസം. അപ്പോൾ അതുകൊണ്ടാണ് ആ ദിവസം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്നെ പോലെയല്ലേ എല്ലാവരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം രാവിലെ ഞാൻ ചമ്മന്തി അരച്ച് ദോശയൊക്കെ ഉണ്ടാക്കി അപ്പൂസിനെ വിടട്ട്. അപ്പൂസിനെ കഴിക്കാൻ ഞാൻ ചോറൊക്കെ അതൊക്കെ തന്നെ ചൂടാക്കി ഒന്ന് വിടും കേട്ടോ. ചമ്മന്തിക്ക് തേങ്ങ, അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ഇടും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ 2-3 പച്ചമുളക്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 അതൾ വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ചെറിയൊരു കഷ്ണം പുളി. അത് കഴിഞ്ഞ് കുറച്ച് കപ്പലണ്ടി വറുത്തത് തീർന്നു പോയായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് ഓവനിലോട്ട് വെച്ചൊരു 2 മിനിറ്റ് കണ്ടേ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത്. എത്ര പെട്ടെന്ന് നമ്മൾ കപ്പലണ്ടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടോ. എന്നിട്ട് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് ഇട്ട് കൊടുത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. വേണമെങ്കിൽ പുളിക്ക് പകരം ഞാൻ ചില സമയത്ത് തൈര് ചേർക്കാറുണ്ട് കേട്ടോ. ഇന്ന് പുളി ആവട്ടെ എന്ന് വിചാരിച്ചു. എന്തല്ല, അപ്പോൾ ചമ്മന്തി റെഡിയുണ്ട്. വേണമെങ്കിൽ ഒന്ന് കടുക് വറക്കാം. ഇച്ചിരി കടുകും കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഇതിനകത്തോട്ട് കടുക് വറുത്ത് ഒഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. ഞാനതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉപ്പ് എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ഉപ്പ് പുളിയെല്ലാം കറക്റ്റ്, സൂപ്പർ ചമ്മന്തി. അപ്പോൾ ഇതുകൂടെ ഒന്ന് ചുട്ടാൽ കാര്യം റെഡി. എണ്ണ പരട്ടുന്ന സാധനം അപ്പൂസ് വരുമ്പോഴത്തേക്കും റെഡിയായാൽ മതി. രാവിലെ ഇന്നാണ് ഇത്ര സമാധാനത്തിന് ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്നത്. കാരണം എന്താ, ഇന്നലത്തെ അല്ല ഇരിക്കുന്നത് കൊണ്ട്. രാവിലെ എണ്ണീറ്റിട്ട് 1 മണിക്കൂർ എക്സസൈസ് ചെയ്ത്, എന്താ ടങ് സ്ലിപ്പാണല്ലോ. 1 മണിക്കൂർ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു എനർജിയാണെന്നറിയാം. ഒരു എനർജി, ശരീരത്തിൻ്റെ ഒരു സുഖമൊക്കെയാണ്. ഞാൻ ഇത്രയൊക്കെ എക്സസൈസൊക്കെ ചെയ്യുന്ന എനിക്ക് എപ്പം നോക്കിയാലും എന്തെങ്കിലുമൊക്കെ വേദനകളുണ്ടാവും. ഒന്നുകിൽ എന്താ പറയുന്നത്, നടുവേദന, തലവേദന, കാൽവേദന എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ദൈവമേ ഞാനിത് ചെയ്തിട്ട് ഈ വിധം. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യാതിരുന്നെങ്കിൽ ഏത് വിധമായതിനായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ എന്നെ കിടപ്പിലായി പോയതിനായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. ആക്ച്വലി എൻ്റെ അച്ഛൻ എനിക്കാണെങ്കിൽ ഗിംബിൾ മേടിച്ച് തന്നിട്ട് കുറേ മാസമായോ വർഷമായോ എന്നൊന്നും അറിയാൻ വയ്യ. പിന്നെ അത് ഞാൻ ഇതുവരെ ഉപയോഗിക്കാൻ തുടങ്ങിയില്ല. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ആ സാധനം ഇരുന്നിട്ട് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഈ ഗിംബിളിനകത്താണ് ഈ സംഭവം പിന്നെ വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് വെച്ചിട്ടാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ പക്ഷേങ്കിൽ അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടൊക്കെ ആയിപ്പോയി എങ്ങോട്ട് തിരിക്കാനും എടുക്കാനും എല്ലാത്തിനും നല്ല ഇത്. പിന്നെ നല്ല വൈഡായിട്ട് കിട്ടുകയും ചെയ്യും. മറ്റേ ഇതിനകത്ത് വെച്ച് ഇത്ര വൈഡായിട്ട് കിട്ടത്തില്ല. ഇപ്പം എൻ്റെ അടുക്കള മുഴുവൻ എൻ്റെ കൂട്ടുകാർക്ക് കാണാമല്ലേ, അതാണ്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുക്കള ഫുൾ കാണത്തില്ലായിരുന്നു. അപ്പം എൻ്റെ അടുക്കള പൂർത്തി കാണാം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്ന് രാവിലെ എന്നാ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ചുമ്മാതെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഈ ദോശക്കല്ല് എനിക്ക് അച്ഛൻ കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് തന്നതാണ്.
ഇരുമ്പിൻ്റെ ദോശക്കല്ല്. പക്ഷേങ്കിൽ സാധനം കിട്ടണമെങ്കിൽ കുറേ മാസങ്ങൾ വെയിറ്റ് ചെയ്യണം. അത് വേറെ സത്യം. മാസങ്ങളല്ല, വർഷങ്ങൾ വെയിറ്റ് ചെയ്യണം. എങ്കിലും ഒരു സാധനം നമ്മൾ പറഞ്ഞിട്ട സാധനം നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അപ്പൂസിന് കൊണ്ടുപോകാനെ കൊണ്ട് ചോറ് പാക്ക് ചെയ്തു, 2 ദോശ ഉണ്ടാക്കി. ഇതിലേക്ക് കുറച്ച് ചമ്മന്തിയും സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് സാമ്പാറൂടെ വിളമ്പി കൊടുത്താൽ അപ്പൂസിൻ്റെ കാര്യം റെഡി. ഇനി ലേറ്റായി, അപ്പൂസ് ഇനി വന്നിട്ടില്ല കേട്ടോ. അപ്പൂസ് റെഡി ആവുന്നതേ ഉള്ളൂ. സാമ്പാർ ചൂടാക്കാൻ വെച്ചേക്കുന്നു. സാമ്പാർ ചൂടാക്കി കഴിഞ്ഞാൽ അതുകൂടെ എടുത്ത് കൊടുക്കാം. അപ്പൂസിന് ചോറൂടെ മിക്സ് ചെയ്ത് കൊടുത്തു വിടുന്നതുകൊണ്ടുണ്ടല്ലോ, സ്പൂണ് വേണം. ചോറൂടല്ല, ചോറും കറിയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ സ്പൂണിലൂടെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവന് കോരി കഴിക്കാൻ പറ്റും. അങ്ങനെ സാമ്പാർ ചൂടാക്കി എടുത്തു. സാമ്പാർ, ചമ്മന്തി, ദോശയും. അപ്പോൾ 1 തിന്നുന്നോ 2 തിന്നുന്നോ അറിയത്തില്ല കേട്ടോ. അതിന് സമയമായിട്ടുണ്ട്, അറിയില്ല. അങ്ങനെ അപ്പൂസിൻ്റെ പാക്കിംഗ് ആയി. ആൾ യൂണിഫോമൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ വന്നിരിപ്പുണ്ട്. റെഡി ആയതിനു ശേഷമാണ് കഴിക്കാനിരിക്കുന്നത് കേട്ടോ. അപ്പം കഴിക്കാനിരുന്നിട്ടേ ഉള്ളൂ. ഇനി എപ്പം കഴിച്ച് കഴിയും എന്നുള്ളത് അറിയത്തില്ല. 2 കഴിക്കുമെന്ന് തോന്നുന്നു. എന്നും ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നല്ലേ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വലിയ ടെൻഷനും പണിയൊന്നും ഇല്ലാതെ അല്ലേ പുസേ. ഇന്നലത്തെ ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രസപ്പെട്ടു. ചോറും കറി ഉണ്ടാക്കി ദോശമാവ് ദോശയ്ക്ക് അരച്ചും വെച്ചു. അതുകൊണ്ട് ചമ്മന്തി കൊള്ളാമോ പുസേ? കൊള്ളാമോ? വേഗം കഴിക്കുന്നി. ടൈം നോക്ക്. എൻ്റെ ദൈവമേ, 8:30 ആവുന്നു. 8:30 സ്കൂൾ ടൈം ആവൻ്റെ കേട്ടോ. 8:30 ആയി ടൈം ഇവിടെ തന്നെ. ഇവൻ എന്നിട്ട് ചെന്നിട്ട് ചിലപ്പം പറയുമായിരിക്കും ട്രാഫിക് ജാമാന്ന് പറയുമായിരിക്കും. ഇവൻ എന്താ പറയുന്നത് ദൈവത്തിൻ്റെ അറിയത്തുള്ളൂ. അവിടെ ലേറ്റ് ആവുന്ന എന്താണെന്ന് കാരണം ചോദിക്കില്ല. നീ എന്താടാ പറയാറ്? ഒന്നും പറയാറില്ലേ? പിന്നെ സാർ എങ്ങനെ കയറ്റി വിടും? അവിടെ ചോദിക്കാറില്ലേ? അത് ശരി. പക്ഷേ യൂറോ സ്കൂളിൽ അപ്പൂസിന് നല്ല പണിയായിരുന്നു കേട്ടോ. യൂറോ സ്കൂളിൽ അപ്പൂസ് പോകുന്ന സമയത്ത് രാവിലെ 1 മിനിറ്റ് ലേറ്റായി കഴിഞ്ഞാൽ അവർ ഗേറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ അവിടെ പ്രെയർ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പ്രിൻസിപ്പളിൻ്റെ അടുത്തൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് ഉള്ളിൽ പോകാൻ പറ്റത്തുള്ളായിരുന്നു. എന്തേ ഇല്ലായിരുന്നാ? ആര് പറഞ്ഞു? പ്രിൻസിപ്പൾ എപ്പോഴും ഞാനേ കണ്ടിട്ടുള്ളൂ. പ്രിൻസിപ്പൾ ഇല്ല ശരി. പിന്നെ ആരാ നിൽക്കുന്നത്? പക്ഷേ എങ്കിൽ യൂറോ സ്കൂളിൽ സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. യൂറോ സ്കൂളിൽ പിന്നെന്താ പറയുന്നത്, ആ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം അപ്പൂന് ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു. പക്ഷേ പഠിത്ത കാര്യത്തിൽ അപ്പൂസ് എന്താ പറയുന്നത്, നാരായണി വന്നതിൽ പിന്നാണ് അപ്പൂസിന് പഠിത്ത കാര്യത്തിൽ കുറച്ചൊരു സീരിയസ്നെസ്സും പിന്നെ ഒരു സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ വന്നത് നാരായണി വന്നതിന് ശേഷം. അത് സത്യം പറയണം. അതാണ്. ജിമ്മൻ വരുന്നോടാ? ജിമ്മൻ വന്നാ? ജിമ്മൻ വെളിയിൽ നിൽക്കുക. എടാ ജിമ്മ വാ, നിന്നെ കണ്ട്. അങ്ങനെ അല്ല, ആക്കേണ്ട കാര്യമില്ല. ജിമ്മിനെ കണ്ട്. ജിമ്മൻ അവിടെ നിന്ന് മുങ്ങി. അവനെ ഇതിനകത്ത് വീഡിയോയിൽ വരുമെന്ന് പറഞ്ഞിട്ട് ജിമ്മൻ അവിടെ വെളി വന്നിരിക്കും. അവൻ ജിമ്മിന് പോയിട്ട് വന്ന് ജിമ്മൻ. എടാ ജിമ്മ നിന്നെ കണ്ട്. നീ സൈഡിൽ നിന്ന് ഒളിച്ചു നോക്കണ്ട. എളുപ്പമൊന്നും ആവട്ടെ എൻ്റെ അപ്പൂസേ. എടാ നിനക്ക് എന്താണ് ഒരു സീരിയസ്നെസ് ഇല്ലാത്ത? നിനക്കറിയത്തില്ലേ? നിൻ്റെ ടീച്ചർമാരായാലും ഈ വീഡിയോ കാണണം. തമാശ പറയല്ല. അപ്പം നീ എന്തുകൊണ്ട് സ്കൂളിൽ ലേറ്റായിട്ട് വരുന്നത് നമുക്കറിയാമെന്ന് പറയും. ഓ എൻ്റെ അപ്പൂസ് 2 ദിവസം കഴിച്ചെന്ന്. എനിക്ക് വയ്യ. അതാണ് കഴിക്കാൻ ദോശ. ജിമ്മിന് ദോശ വരട്ടാ. ഒരു ജിമ്മിന് പോയിട്ട് വന്നേ വെച്ചും ഒരു ജിമ്മൻ ജിമ്മിന് പോയിട്ട് വന്നിട്ട് ആ ഇൻസ്ട്രക്ടർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വിടും. എന്താ പറയുക, ട്രെയിനർ ഇന്ന് മുതൽ ഇനി ഓട്സ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഈ ജിമ്മിന് പോയി കഴിഞ്ഞാൽ കൊണ്ട് ജിമ്മിന് പോകുന്നവർക്കല്ല പ്രശ്നം, വീട്ടിലിരിക്കുന്ന നമുക്കാണ് പ്രശ്നം. അയ്യോ ഇന്ന് അത് കഴിക്കാൻ പറഞ്ഞു, ഇന്ന് ഇത് കഴിക്കാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ഓട്സും കൊണ്ടാണ് ഇറങ്ങിയേക്കുന്നത് കേട്ടാ. അപ്പോൾ ഇന്നിപ്പം ജിമ്മിന് ഇനിയിപ്പോൾ ഓട്സാണ്. എന്തായാലും ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് വാചകവും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പൂസിൻ്റെ പാക്കിങ് നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. അന്ന് കൊടുത്തു വിട്ട കവറിനകത്ത് എന്തോ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി കൊടുത്തിട്ട കവറൊക്കെ ഇപ്പോഴാണ് വെളിയിൽ വരുന്നത്. നീ എന്തോ ചാവിയും പിടിച്ചിരിക്കുന്നത്? എന്താണ് ജിമ്മ?
എൻ്റെ അപ്പൂസെ ഒന്ന് പോ, എൻ്റെ അപ്പൂസെ. ഏതോ പോടാ, എൻ്റെ കൊച്ചിനോട് അങ്ങനൊന്നും പറയണ്ട. അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. കുഞ്ഞിനറിയാം അമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന്. വേഗം ഒന്ന് പോ മോനെ. ഹലോ, പഴയ ഷൂ മതിയെന്ന്. എന്ത് ചെയ്യാൻ പഴയ ഷൂ ഇവിടെ? ഇതിടാന് ഇനി നിൻ്റെ കണ്ണിപ്പെടാതെ ഞാനത് മാറ്റി വെക്കും, മനസ്സിലായോ? പുതിയത് മേടിച്ചാൽ പിന്നെ പഴയത് നിനക്ക് അങ്ങോട്ട് ഇടാൻ പറ്റത്തില്ല. ഓക്കെ, ബൈ പറഞ്ഞാലേ. നീ പ്രാർത്ഥിച്ചായിരുന്നോടാ? എപ്പോ? ഇന്നലെ? അന്നേരോ? എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ചേട്ടൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു, അതുകൊണ്ട് പപ്പ തിരിച്ചിഞ്ഞ് പോരുന്നു. അങ്ങനെ അപ്പൂസിനെ നമ്മൾ യാത്രയാക്കി. ഇനി അച്ഛൻ കൂടെ യാത്രയാക്കി കഴിഞ്ഞാൽ രാവിലത്തെ പണി കഴിഞ്ഞേട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ എൻ്റെ റുട്ടീൻ. കണ്ടല്ലോ ഇന്നത്തെ ഒരു ദിവസത്തെ. നാളത്തെ രാവിലത്തെ എന്താണെന്നുള്ളത് നാളെ അറിയാം. ഇന്ന് രാവിലെ എല്ലാം ഉള്ളത് കൊണ്ട് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചുമ്മാ എൻ്റെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ വീട്ടിലത്തെ രാവിലത്തെ വിശേഷങ്ങൾക്ക് ചുമ്മാ ഞാനൊന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ, ബൈ, സീ യു.